സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതറിയിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. മതവിശ്വാസങ്ങളെ പരസ്പരം കൈമാറി ആചരിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴുമാണ് മതസൗഹാർദ്ദം പൂർത്തിയാവുക എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വ്യത്യസ്ത മതസമൂഹങ്ങളുടെ ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ ആ ആഘോഷങ്ങളെല്ലാം നമ്മുടേതായി സ്വീകരിക്കുമ്പോഴാണ് നാം മതേതരത്വമുള്ളവരായി തീരുക എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. യഥാർത്ഥത്തിൽ മതവിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ വളരെ കൃത്യമായ വിഷയത്തിലുള്ള നിലപാട് മനുഷ്യരോടുള്ള സൗഹൃദമാണ് ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും നോക്കിക്കാണുന്നത്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ദീൻ വിരോധിച്ച നിലപാടുകളെ തങ്ങളുടെ ആഘോഷങ്ങളായി, ആചാരങ്ങളായി സ്വീകരിക്കുന്നത് അതീവ ഗൗരവത്തോടുകൂടി നോക്കിക്കണ്ട ഒരു മതമാണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന വലിയ ഒരു പ്രഖ്യാപനമുണ്ട്. ലക്കും ദീനക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്, എനിക്ക് എന്റെ മതമാണ്, എന്റെ വിശ്വാസമാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നതും അവരവരുടെ മതം വിശ്വസിക്കുവാനും അത് അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുള്ള ഒരു നാടാണ് നമ്മുടേത്. അവരന്റെ മതം താൻ സ്വീകരിക്കുമ്പോഴാണ് താൻ അവനോട് സ്നേഹമുള്ളവനായി തീരുക എന്ന പുതിയ കാഴ്ചപ്പാടിനോട് ഇസ്ലാം എന്ന് മാത്രമല്ല ലോകത്തൊരു വിശ്വാസവും ഒരു സംസ്കാരവും അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. എത്ര ഗൗരവത്തോടു കൂടിയാണ് അത്! ഇസ്ലാമിന്റെ ആഘോഷങ്ങളായിരുന്നാൽ പോലും, അല്ലെങ്കിൽ ഇസ്ലാമിൽ കടന്നു വരുന്ന അനാചാരങ്ങളായിരുന്നാൽ പോലും, വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഹുർരിമത് അലൈക്കുമുൽ മൈത വദ്ദം വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, പന്നിമാംസം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയ ബലിമൃഗങ്ങളെയും അള്ളാഹു നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ആളുകൾക്ക് വേണ്ടി നേർച്ചയാക്കിയ ബലിമൃഗങ്ങളെ, ആ ബലിമൃഗങ്ങളുടെ മാംസവും വിശ്വാസികൾക്ക് നിരോധിച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു മനുഷ്യന്റെയും ജന്മദിനത്തിനും ചരമദിനത്തിനും പ്രത്യേകമായി യാതൊരു പ്രാധാന്യവും ഗൗരവവുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ള ഒരു മതം മറ്റൊരു പ്രവാചകന്റെ ജന്മദിനവുമായി കടന്നു വരുമ്പോൾ അതിനോട് സമരസപ്പെടുന്നതാണ് ഒരു മനുഷ്യന്റെ, ഒരു മതേതര വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഉൾക്കൊള്ളാനാവുക? വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വാദത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദം സന്തതികളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നു. കസ്സബനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക്. ആദം സന്തതികൾ എന്നെ കളവാക്കിയിരിക്കുന്നു, അവർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെന്താണ് എന്നെ ആക്ഷേപിച്ചത്? വശതമനി, അവരെന്നെ ആക്ഷേപിച്ചിരിക്കുന്നു. വലം യകുൽ ലഹു ദാലിക്, ഒരിക്കലും അതവർ ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. അവരെന്നെ ആക്ഷേപിച്ച വിഷയം എന്താണ്? അവർ പറയുന്നു ഈ വലതുൻ, എനിക്കൊരു മകനുണ്ട് എന്നവർ പറയുന്നു. ആർക്ക്? അള്ളാഹുവിന് മകനുണ്ട് എന്നവർ പറയുന്നത് ആദം സന്തതികൾ എന്നെ ആക്ഷേപിച്ചതിന് തുല്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഞാൻ എത്ര പരിശുദ്ധനാണ്.
ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ ഈ കാര്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അള്ളാഹുവിനുണ്ട് ഒരു മകനുണ്ട്, ഒരു പുത്രനുണ്ട് എന്ന് വാദിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് അത് എത്രമാത്രം ഗൗരവമുള്ള ഒരു പദപ്രയോഗമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം അപകടകരമായ ഗുരുതരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പദപ്രയോഗങ്ങളുടെ അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന വാദത്തിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന വിശ്വാസികളെ, നിങ്ങൾ എത്തിച്ചേരുന്ന, അത് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്ന അപകടം എന്ന് പറയുന്നത് ആകാശങ്ങൾ തകർന്നു വീഴുന്ന, ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന, ഭൂമി വിണ്ടുകീറുന്ന, ഭൂമി അത് വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ തകർന്നു പോകാൻ മാത്രം ഗുരുതരമായ ഗൗരവമായ ഒരു പദപ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മകനുണ്ട് എന്ന വാദം. എത്ര ഗൗരവമാണ്! ഒരു മതവിശ്വാസികൾ എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട സമീപനം എന്താ? നാം ഇത് പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത, അങ്ങനെയൊക്കെ പറയാമോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ വിശദീകരിക്കാമോ? അത് മതേതരത്വത്തിനെതിരല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്? എന്റെ മതം എന്താണോ അത് എനിക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. ഞാൻ ഒരു മാംസാഹാരം ഭക്ഷിക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിലേക്ക് ഞാനൊരു അതിഥിയെ ക്ഷണിക്കുന്നു. അയാൾ ജീവിതത്തിൽ ഒരിക്കലും മാംസാഹാരം ഭക്ഷിക്കാത്ത ഒരാളാണ്. എനിക്കിഷ്ടം മാംസാഹാരമാണ്, അതുകൊണ്ട് നീ മാംസാഹാരം ഭക്ഷിച്ചേ പറ്റൂ, എന്നോടുള്ള സ്നേഹമുണ്ടെങ്കിൽ എന്ന് പറയുന്നത് എന്തൊരു അല്പത്തരമാണ്! അതൊരു ന്യായമായ ഒരു കാര്യമാണോ? എത്ര അന്യായമാണത്! അവന്റെ വിശ്വാസത്തോടും അവന്റെ നിലപാടുകളോടും നാം സ്വീകരിക്കുന്ന ഒരു വലിയ ശക്തമായ അടിച്ചേൽപ്പിക്കലാണത്. അത് ഒരു അത്തരം നിലപാടുകളെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ എത്ര ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന, ആഘോഷങ്ങൾ നടത്തുന്ന മതവിഭാഗങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. 41 ദിവസം അവർ ഈ ശരണകാലമാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മതവിശ്വാസങ്ങളുടെ ഭാഗമായി അവരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് അവർ ശബരിമലയ്ക്ക് പുറപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു മാലയിടുന്നു. അവർ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ചെന്ന് 41 ദിവസങ്ങൾ അവർ വ്രതമെടുക്കുന്നു. ആ കാലഘട്ടത്തിൽ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? മറ്റു മതവിഭാഗങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കുമോ? മാംസാഹാരങ്ങൾ അവർ ഭക്ഷിക്കുമോ? അതിന്റെ കാരണം കൊണ്ട് അവർ വർഗീയവാദികളാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. വിവരമുള്ളവരും വിവേകമുള്ളവരും ആരും ആ സമീപനം ഒരിക്കലും സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണ്? അത് അവരുടെ മതമാണ്, അവരുടെ വിശ്വാസമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് എന്ന് അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ ഞാനൊരു മതസൗഹാർദ്ദമുള്ള വിശ്വാസിയായി തീരും. എനിക്കവനോട് ഇഷ്ടമുണ്ടാകൂ, എനിക്കവനോട് സ്നേഹമുണ്ടാകും. ഞാൻ സ്വീകരിക്കുന്ന സമീപനം അവൻ സ്വീകരിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുമ്പോൾ ഞാൻ മതവിശ്വാസത്തിൽ നിന്ന് പുറത്താണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരിക്കലും ആ വാശി അന്യരുടെ വിശ്വാസത്തോടും അവരുടെ ആരാധ്യ വസ്തുക്കളോടും പരിഹാസമായി, ആക്ഷേപമായി ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ഇസ്ലാം, മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനബോധം ഉണ്ടാകണം. ലോകത്തൊരിക്കലും എത്ര മനുഷ്യർ, എത്ര ചരിത്രങ്ങളാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. നിങ്ങൾക്ക് ലോകത്ത് ഇസ്ലാം നല്ലൊരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹു നമുക്ക് ആദരവ് നൽകും. ഏറ്റവും കൂടുതൽ ഇസ്ലാം വിമർശനങ്ങൾ യൂറോപ്പിൽ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന കാലം. ആധുനിക കാലഘട്ടത്തിൽ പഠനങ്ങൾ പുറത്തു വരുന്നു. യൂറോപ്പിൽ ഇസ്ലാം വിമർശനങ്ങൾ കുറയുന്നു. അതിലൊരു പ്രദേശമുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലിവർപൂൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇസ്ലാം വിമർശനങ്ങൾ പറ്റ കുറയുന്ന ഒരു പ്രദേശമാണ്. മലയാള പത്രങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു 1-2 വർഷങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ടാണ് അവിടെ ഇസ്ലാം വിമർശനങ്ങൾ കുറയാനുള്ള കാരണം? ഞാൻ ആ നാടിന്റെ പേര് പറയുമ്പോൾ നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് വലിയ അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബുള്ള ഒരു പ്രദേശമാണ് ലിവർപൂൾ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫുട്ബോൾ ക്ലബുള്ള ഒരു പ്രദേശം, ആരാധകരുള്ള ഒരു പ്രദേശം. അവിടെ എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശനങ്ങൾ കുറയാനുള്ള കാരണം? അവിടെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ട്. എതിരാളികളുടെ കാലുകൾക്കിടയിലൂടെ തലച്ചോറ് കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. അയാൾ ബ്രിട്ടീഷുകാരനല്ല, അയാൾ ഈജിപ്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സലാഹ് എന്നാണ്. മുഹമ്മദ് സലാഹിനെ കുറിച്ച് ലിവർപൂളിൽ എഴുതി വെക്കുന്ന വരികളുണ്ട്. ഞങ്ങൾ പബ്ബുകളിൽ, ബാറുകളിൽ ഇരിക്കുന്നതിനേക്കാളേറെ മുഹമ്മദ് സലാഹിന്റെ കൂടെ പള്ളികളിൽ ഇരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് എഴുതി വെക്കുന്ന വരികൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ പരിവർത്തനം? ഞാനൊരു മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യർക്ക് അല്ലാഹു ആദരവുകൾ നൽകുന്നു. യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, വിമാനങ്ങളിൽ
ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന, പരിശീലന ഗ്രൗണ്ടുകൾക്ക് സമീപം ബാങ്ക് കൊടുക്കുമ്പോൾ നമസ്കാര സമയമാകുമ്പോൾ നമസ്കരിക്കുന്ന മുഹമ്മദ് സലാഹിന്റെ വീഡിയോകൾ നിങ്ങളുടെ കൈകളിലെ സ്മാർട്ട് ഫോണുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ലോകത്ത് എത്ര ഉന്നതരായ ആളുകൾ, പക്ഷെ തങ്ങളുടെ ഇസ്ലാം ആ ഐഡന്റിറ്റി അവർ കാത്തു സൂക്ഷിക്കുന്നു, അതിന് ആദരവ് കൊടുക്കുന്നു. 2022 2020 വേൾഡ് കപ്പ് മത്സരം ക്രിക്കറ്റ് ആരാധകരുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അന്നത് ഇംഗ്ലണ്ടാണ് ആ മത്സരം ജയിക്കുന്നത്. ലോകത്തെ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകർ ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ വിജയിച്ചു, അവാർഡ് അവർ ഏറ്റുവാങ്ങുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ ഷാമ്പയിൻ കുപ്പികൾ പൊട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ ട്രോഫികൾ ഏറ്റുവാങ്ങി അവർ ആഘോഷത്തിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ക്രൈസ്തവനായ അവരുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അല്പനേരം തന്റെ സഹപ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നു. തന്റെ കൂടെയുള്ള 2 ചെറുപ്പക്കാരോട്, ഇതാ ഞങ്ങൾ ഷാമ്പയിൻ പൊട്ടിക്കാൻ നിൽക്കുന്നു, നിങ്ങൾ മാറി നിൽക്കണമെന്ന് പറയുന്നത് 2 മുസ്ലിം ചെറുപ്പക്കാരോടാണ്. അവരുടെ വിശ്വാസത്തോട് ആദരവ് കാണിക്കുന്നു. മൊയ്ൻ അലി എന്നും ആദിൽ റഷീദ് എന്ന് പറയുന്ന 2 മുസ്ലിം ബ്രിട്ടീഷ് കളിക്കാർ, ക്രിക്കറ്റ് താരങ്ങൾ, അവരോട് മാറി നിൽക്കാൻ ക്രൈസ്തവനായ അവരുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആവശ്യപ്പെടുന്നു. ലോകം മുഴുവൻ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരോട് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനബോധം ഉണ്ടാകുമ്പോൾ ആളുകൾ നമ്മളെ ആദരിക്കുന്നു, നമ്മുടെ വിശ്വാസത്തെ അവർ മാനിക്കുന്നു. അല്ലാതെ ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ വേഷം കെട്ടാനും, നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അവർ നമ്മുടെ വേഷം കെട്ടാനും, ഉണ്ണി മുഹമ്മദിന്റെ വേഷം കെട്ടുന്നു നബിദിനമാകുമ്പോ, ക്രിസ്മസ് ആകുമ്പോ ഉണ്ണിയേശുവിന്റെ വേഷം കെട്ടുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ എല്ലാവരുടെയും വേഷങ്ങൾ കെട്ടുന്നവരോട് എന്ത് ആദരവാണ് മനുഷ്യർക്കുണ്ടാകുക, എന്തൊരു സ്നേഹമാണ്. ഇതാണോ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്, മത സൗഹാർദ്ദം എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസങ്ങളോട്, നമ്മുടെ നിലപാടുകളോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടാകണം, നമുക്ക് ഇഷ്ടമുണ്ടാകണം, അഭിമാനബോധം ഉണ്ടാകണം. അപ്പോഴേ നമ്മൾ നല്ല വിശ്വാസികളാകും. കാരണം ഇത് അപകടകരമായ ഒരു വാദമാണ് അള്ളാഹുവിന് മകനുണ്ട് എന്നത്. ആകാശം തകർന്നു വീഴുന്ന, ഭൂമി വിണ്ടുകീറുന്ന, പർവ്വതങ്ങൾ പൊട്ടിത്തകരുമാറ് അള്ളാഹു ഏറ്റവും വെറുപ്പോടുകൂടി നോക്കിക്കണ്ടൊരു വാദമാണ് അള്ളാഹുവിന് മകനുണ്ട് എന്നത്. മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് വിരോധിച്ച മതം, മുഹമ്മദ് നബിയുടെ മക്കളുടെ ജന്മദിനം ആഘോഷിക്കും, ഒരു മനുഷ്യന്റെയും ജന്മദിനത്തിന് പ്രത്യേകതയില്ല എന്ന് പഠിപ്പിച്ച മതം. എങ്ങനെയാണ് മറ്റു പ്രവാചകന്മാരുടെ ജന്മദിനങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന ആചാരങ്ങൾ നമ്മുടെ വീടുകളിൽ നമുക്ക് സംഘടിപ്പിക്കാനാവുക? അതുകൊണ്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ മതത്തെ നിലനിർത്തിക്കൊണ്ട് അവരന്റെ വിശ്വാസത്തിന് വില കൽപ്പിക്കുമ്പോഴാണ് സൗഹാർദ്ദം ഉണ്ടാവുക. മനുഷ്യ സ്നേഹവും മനുഷ്യ സൗഹാർദ്ദവുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വസ്തുതകൾ എന്ന് തിരിച്ചറിയുക. തെറ്റിദ്ധാരണകൾ നമ്മൾ അകറ്റുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതായും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും മറ്റു മനുഷ്യരോടും മതവിശ്വാസികളോടും യാതൊരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്ന് പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്നത് ഗൗരവകരമാണ്. അതെല്ലാ മതവിഭാഗങ്ങളിലും ഒരു വിദ്വേഷ പ്രചാരകരുടെയും വർഗീയ പ്രചാരകരുടെയും ഒക്കെ കടന്നുവരവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആരോടാണ് ബന്ധവിച്ഛേദനം ഇസ്ലാം പറയുന്നത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും. നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളുടെ വിശ്വാസങ്ങളോട് ആദരവ് നൽകുന്ന, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകളോട് ഒരിക്കലും നിങ്ങൾ ബന്ധവിച്ഛേദം ചെയ്യാൻ പാടില്ല. അവരോട് സഹകരിക്കണം, അവരോട് സ്നേഹിക്കണം, അവരെ ആദരവ് പുലർത്തണം എന്നാണ് ഇസ്ലാമിന്റെ നിലപാട്. അമുസ്ലിം ആഘോഷങ്ങളോടുള്ള സമീപനം, അല്ലെങ്കിൽ ആഘോഷങ്ങൾ പരസ്പരം കൈമാറുന്ന സമീപനം ശരിയല്ല എന്ന് പറയുമ്പോൾ
ഇതെന്തൊരു ഇസ്ലാമാണ് എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. ഏത് നിലപാടുകളോടും അവരുടെ ജീവിതത്തിലെ ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര പരിഗണനയാണ് പ്രവാചകൻ നൽകുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ വൃത്തികേടുകളും കുപ്പിച്ചില്ലുകളും ഒക്കെ വലിച്ചെറിയുന്ന ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം കുറച്ച് ദിവസമായപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇയാളെ കാണുന്നില്ല, ശരീരത്തൊക്കൊന്നും വീഴുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, ഇയാൾ എവിടെയാണ്? അദ്ദേഹത്തിന് പനിയാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് കയറിച്ചില്ലേ. അയാളുടെ രോഗവിവരം അന്വേഷിച്ച് ആ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ മാതൃകയാണ്. ഇതിനേക്കാളും വലിയ ഒരു മനുഷ്യ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ മാതൃക നമുക്ക് കാണാൻ കഴിയുമോ? അവിടെ കല്യാണം ഉണ്ടാകുമ്പോൾ, അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കേണ്ടത്, അവർക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ ആ സങ്കടം ഒപ്പി അവരോടൊപ്പം നിൽക്കേണ്ടത് ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കിക്കൊണ്ടല്ല. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവനും വിശ്വാസിയല്ല എന്ന് പഠിപ്പിക്കുന്നിടത്ത് നിന്റെ അയൽവാസിയുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് എന്നല്ല ഇസ്ലാം പറയുന്നത്. അവൻ മനുഷ്യനാണോ? നീ അവനോട് സൗഹാർദ്ദം കാണിക്കണമെന്നാണ്. നിന്റെ വീട്ടിൽ നീ മാംസാഹാരം ഉണ്ടാക്കുമ്പോൾ, നീ കറി ഉണ്ടാക്കുമ്പോൾ നിന്റെ അയൽവാസിക്ക് കൂടി കൊടുക്കാനുള്ള പരിഗണന അതിലുണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അവന്റെ ജാതിയും മതവും നിറവും വർണ്ണവും വർഗവും നോക്കിക്കൊണ്ടല്ല, നീ അവനെ സൗഹാർദ്ദപൂർവ്വം സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ മനുഷ്യർ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട ഏത് സൗഹൃദത്തിലും ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും ഇസ്ലാം പരിഗണിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെയും നിലപാടുകളുടെയും കാര്യത്തിൽ ഒരു അഭിമാനബോധവും ആർജവവും കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.